ഹലോ, ഇന്ന് നമ്മൾ പെട്ടെന്നൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു 10-15 വറ്റൽമുളകും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ മുളകെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്കോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്കോ തണുക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാവേ. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. നമ്മൾ മുളക് കോരി മാറ്റി വെച്ച അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ എപ്പോഴും സവാള ഇടുന്നതിലും ടേസ്റ്റ് നമ്മൾ കൊച്ചുള്ളി ഇട്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങൾ കൊച്ചുള്ളി തന്നെ ഇടാനായിട്ട് നോക്കണേ. അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മുളക് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ വീട്ടിൽ തന്നെ ഞങ്ങളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തത്. അതൊന്നും കൂടെ ഒന്ന് മിക്സിയിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ കൊച്ചുള്ളിയിലേക്ക് ആ പൊടികളുടെ ഒരു മസാലയും ആ മുളക് പൊടിച്ച് വെച്ചതും കൂടെ ചേർത്തില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാവേ. നല്ലപോലെ കഴുകി വാരി വിനാഗിരിയിൽ ഒരു അരമണിക്കൂർ നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫാണ്. ഈ സമയത്ത് നമുക്ക് ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാ പീസുകളിലേക്കും ഈ മസാല എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലൊരു 4 to 5 വിസിലാണ് ഇത് ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇത് നമ്മുടെ ബീഫൊക്കെ നല്ല പോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് അല്പം ഉലുവയും കൂടെ പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു അല്പം ഉലുവ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് വീണ്ടും കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ബീഫ് കറി വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.